ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഗൈസ്, എൻ്റെ ഇച്ചു പ്രസവിച്ചു കേട്ടോ. ഇതാ ഇച്ചു. പിന്നെ അവളെ കുട്ടികൾ ഇതാ ഗൈസ്, ഇതുള്ള കുട്ടികളാണ് കേട്ടോ. ഒരു കുട്ടനും ഒരു പെണ്ണുമാണ് കേട്ടോ. ഇവൻ്റെ പേര് മണിക്കുട്ടൻ എന്നാണ്. അവൾക്ക് ഞാൻ പേര് വെച്ചിട്ടില്ല. അവൾക്ക് പേര് വെക്കണം ആലോചിച്ചിട്ടിരിക്കണം. എന്താ പേര് വെക്കുകയെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കരിമീൻ്റെ മക്കൾ എന്താ അവരിങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. കരിമീൻ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണിച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുട്ടൻ, അത് കരിമീൻ്റെ ഫസ്റ്റത്തെ കുട്ടിയാണ്. ഇച്ചുതാ ബൈക്കിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. ഇതാണ്ടോ, ഇവ എന്നോട് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടാളുമാണ്. അപ്പോൾ എൻ്റെ ഇച്ചുവിൻ്റെ കുട്ടികളെ കണ്ടല്ലോ. ഇനി സുന്ദരിയാണ് പ്രസവിക്കാനുള്ളത് കേട്ടോ. അവളിനും പ്രസവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കുട്ടൻ, എനിക്ക് 8 മാസം പ്രായമായിട്ടുള്ളൂ, 1 വയസ്സായിട്ടില്ല. പിന്നെ വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ അവനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്ക് 1 വയസ്സാവും. അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കണു. പിന്നെ ഗൈസ്, ഞാൻ ഒരു കൂടുണ്ടാക്കി കേട്ടോ. ഇതാ പഴയ മരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കൂടുണ്ടാക്കിയതാണ്. ഏറ്റവും കരിമീൻ പ്രസവിച്ചപ്പോൾ അവരെ കുട്ടീനെ ഇടാൻ. ഇനി സുന്ദരിയുണ്ട്. അവരെ 2 കുട്ടികളും കൂടെ ഉണ്ട് കേട്ടോ. അവർ പിന്നെ ഇപ്പോഴൊന്നും ആവില്ല, പക്ഷേ 2 മാസമായ അവരും പ്രസവിക്കാരായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുട്ടികളിന് ഇടാൻ വേണ്ടിയിട്ട് കൂടില്ല. അപ്പോൾ ഞാൻ കൂടുണ്ടാക്കിയതാണ്. ഇതാണ് ഇപ്പം ഉണ്ടാക്കിയ കൂട്. ഇത് പഴയ കൂടാണ് കേട്ടോ ഗൈസ്. ഇരുമ്പിൻ്റെയാണ്. അത് കാലൊക്കെ പോയി തുരുമ്പെടുത്ത് കിടക്കുകയാണ്. ഞാൻ റെഡിയാക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ്. പക്ഷെ ഇപ്പോൾ ഈ കൂട് കെട്ടിയതിൻ്റെ തന്നെ ഒരുപാട് വയസ്സായിട്ടുണ്ട്. മരമൊക്കെ അല്ലേ, പഴയ മരമാണെങ്കിലും വില ഉണ്ട്. അപ്പോൾ ഈ കൂട് ഇനി റെഡിയാക്കണമെങ്കിൽ ഒരു 2 മാസം ആവണം. അതിൽ കുറച്ച് കല്ലൊക്കെ വാങ്ങി കാലൊന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ആട്ടിൻകൂട് കണ്ടല്ലോ. ഇതാണ് കൂടിൻ്റെ വിശേഷം. 2 ദിവസത്തെ പണിയാണ് കേട്ടോ ഈ കൂട് കെട്ടുമ്പോൾ. കൂടിങ്ങനെ അടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അപ്പോൾ എനിക്ക് പനിയൊക്കെ ആയത് കാരണം ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വന്നില്ല കേട്ടോ. ഞാൻ കിടക്കായിരുന്നു. അതോ ഗൈസ്, സുന്ദരി നിൽക്കണു. സുന്ദരി ഇവളാണ് പ്രസവിക്കാനുള്ളത്. ഇവളെ പ്രസവം എപ്പോഴാണെന്നറിയില്ല. ഇവളും ഇനിയിപ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ പ്രസവിക്കുമെന്ന് വിചാരിക്കണം. ഇനി സുന്ദരി പ്രസവിച്ചിട്ട് സുന്ദരീൻ്റെ മക്കളിന് ഇവരെല്ലാവരെയും കൂടെ ഞാൻ കാണിക്കണതാണ് കേട്ടോ. മുമ്പ് കുറേ ആടുകളുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-20 ആടൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കൊടുത്തതാണ്. ഒരു അസുഖങ്ങൾ വന്ന് 2 എണ്ണം പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒന്നിനും നിർത്തിയില്ല. എല്ലാത്തിനും കൂടെ വിറ്റ് ഒഴിവാക്കി. ഇതിപ്പോൾ അതിനുശേഷമുള്ള ആടാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.